എനിക്ക് മുട്ടണം സ്ക്രീൻ കാണാൻ നോക്കി ഇപ്പോഴോ ഇപ്പോഴോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്തു നമ്മളുണ്ട് ആദ്യം ഇൻപുട്ട് ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എടുത്ത് ഒരു സ്റ്റേറ്റ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു അല്ലേ സ്റ്റോർ മനസ്സിലായി നമുക്ക് ഓൺ ചേഞ്ച് വഴി നമ്മൾ സ്റ്റോർ ചെയ്തു ഓക്കെ ഇനി നമുക്ക് ആ കമ്പോണ്ട് ക്രിയേറ്റ് ചെയ്യാം ആ കാർഡാണ് ഓരോ ടു ആയിട്ട് കാണുന്നത് അല്ലേ ഡോട്ട് ടു ഡു കാർഡ് എന്താ ടു ഡു കോമ സെറ്റ് ടു ഡു അതെ ടു ഡൂസ് കൊടുക്കാം എന്നിട്ട് ഈ കാർഡിനെ നമ്മളിവിടെ ഈ ടു ഡൂനെ ലൂപ്പ് ചെയ്തായിരിക്കും കാണിക്കുക ടു ഡൂസിനെ അതായത് ടു ഡൂസ് ഡോട്ട് മാപ്പ് ഐറ്റം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഈ ബ്രാക്കറ്റ് ലിങ്ക് നമുക്ക് റിട്ടേൺ ഒഴിവാക്കാം അതോർമ്മ ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഡേറ്റ ആയിട്ട് ഐറ്റം പാസ് ചെയ്യും എന്നിട്ട് നോക്കിയേ ഒന്നുമില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇൻപുട്ട് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആഡ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ടു ഡൂസ് ഓഫ് അതെ ഇപ്പം ടു ഡൂനകത്തുള്ള സാധനം വരാൻ വേണ്ടി ഡോട്ട് 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 ടു ഡൂസ് ഓർമ്മയില്ലേ കോമ ഇൻപുട്ടിലുള്ളത് എന്താണോ അത് അതായത് ഏതാണ്ട് ആപ്പിളിന് ടൈപ്പ് ചെയ്തിട്ട് ആഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് വരും ഫോറിന് ടൈപ്പ് ചെയ്തിട്ട് കണ്ടാവുന്നുണ്ടോ എങ്ങനെ ചെയ്തേ നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ചെയ്തിട്ട് പ്രസ് ചെയ്യുമ്പോൾ അതായത് ആ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ അറയിലേക്ക് ആടാവും ലാസ്റ്റ് ക്ലാസ് ചെയ്തത് ഓർമ്മയുണ്ടോ ഇപ്പോൾ ഇവിടെ അറേ ഒട്ട് ഡോട്ട് 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 ടൂസ് കൊടുത്ത കാര്യം എന്താ ആദ്യം ആഡ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം വരാൻ വേണ്ടി കോമ ഇപ്പൊ ടൈപ്പ് ചെയ്തത് അപ്പൊ ഇനി ഓരോ വട്ടം നമ്മൾ ആഡ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് പുതിയ അറേ കൊണ്ട് സെറ്റ് ചെയ്യും ചെയ്തല്ലേ നമ്മൾ പറഞ്ഞായിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം അങ്ങനെ ചെയ്യാതെ നോക്കിയപ്പോൾ വന്നില്ല റെഫറൻസ് വേരിയബിൾ എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ സെയിം പരിപാടിയാണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഇനി എത്ര ആഡ് ചെയ്താലും അതെല്ലാം ഇങ്ങനെ താഴേക്ക് വന്നിരിക്കും മനസ്സിലായോ അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കിനി ഡിലീറ്റ് നിങ്ങൾ ചെയ്തായിരുന്നോ ഡിലീറ്റും എഡിറ്റും ചെയ്യണ്ടേ അത് നോക്കാം ശ്രദ്ധിച്ചിരിക്കണേ ആദ്യം ഡിലീറ്റ് ചെയ്യാം അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിലീറ്റ് ഐക്കൺ വേണമല്ലോ ഇത്ര ഓക്കെ അല്ലേ നമുക്ക് ഡിലീറ്റ് ഐക്കൺ കൊണ്ടുവന്ന് ഈ ടു കാർഡിനകത്ത് ഇടാം അതിനായിട്ട് അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ഡിലീറ്റ് വർക്ക് അപ്പോൾ വർക്ക് ആണെന്ന് നോക്കാൻ ഇവിടെ വരുന്നു ഫംഗ്ഷൻ ആയിരുന്നു കോൺസ്റ്റ് ഓൺ ഡിലീറ്റ് ടു കൺസോൾ ഡോട്ട് ലോഗ് ഡിലീറ്റ് ചുമ്മാ കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതിനെ ഓൺ ഡിലീറ്റ് ഈക്വൽ ടു ഓൺ ഡിലീറ്റ് ടു പാസ് ചെയ്യുന്നു അപ്പോൾ സംഭവം എന്താ നമ്മൾ ഇവിടെ എഴുതി വെക്കുന്ന ഈ ഫംഗ്ഷൻ ഈ കാർഡ് വഴി ഓൺ ഡിലീറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പിൽ നമ്മുടെ ഐറ്റയിലെത്തും അതിൻ്റെ ഓൺ ക്ലിക്കിലെത്തും അതായത് ഞാൻ ഇവിടെ വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ കണ്ടോ അത് വർക്കാവുന്നുണ്ട് നമ്മൾ ഈ ഡിലീറ്റ് ചെയ്താണല്ലോ ഓൾറെഡി അല്ലേ അവിടെ നമ്മൾ എന്ത് ഓർമ്മയുണ്ടോ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഐ ഡി പാസ് ചെയ്തൊക്കെ ഓർമ്മയുണ്ടോ ഇൻഡെക്സ് നമ്പർ പാസ് ചെയ്ത് ആണല്ലോ ഓക്കെ അപ്പോൾ അതേ പരിപാടി നമുക്ക് ഇവിടെ ചെയ്യാം അല്ലേ ഇപ്പം ഓരോന്നിനും ഏത് ടൂളിലാണോ വെക്കുന്നത് അതിന്റെ ഇൻഡെക്സ് നമ്പർ ഇതുവഴി പാസ്സായി ഇവിടെ കിട്ടും കണ്ടോ ഏതിലാണോ പ്രസ് ചെയ്യുന്നത് അതിന്റെ ഇൻഡെക്സ് നമ്പർ കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിന് കോപ്പി എടുക്കണ്ടേ ആദ്യം ടൂഡിന്റെ അന്ന് റെഫറൻസ് നമ്മൾ പറഞ്ഞ ഓർമ്മ ഉണ്ടോ റെഫറൻസ് ആണ് അതിന്റെ കോപ്പി എഡിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ നോക്കുന്നേ കോൺസ്റ്റ് ടു ഡു കോപ്പി ഈക്വൽ ടു ഡോട്ട് 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 ടു ഡു ഇനി എന്ത് ചെയ്യാ ടു ഡു കോപ്പി ഡോട്ട് സ്പ്ലൈസ് അല്ലേ ഏതാ എന്താ കൊടുക്കണ്ടേ ഇൻഡെക്സ് കോമ 1 ഇനി എന്ത് ചെയ്യുന്നു സെറ്റ് ടു ഡൂസ് ഓഫ്
sudo soft ഡയറക്റ്റ് സെറ്റ് ചെയ്താൽ മതി. അത് അറിയാണല്ലോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ആയല്ലോ, ഡിലീറ്റ് ആയി. ഇവിടെ നമ്മൾ ചെയ്ത പറഞ്ഞാൽ അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ റെഫറൻസ് അറയിലേക്ക് പോകും, അത് ചേഞ്ച് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോപ്പി എടുത്തിട്ട് കോപ്പിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ആ കോപ്പി എടുത്തിട്ട് സെറ്റ് ചെയ്യുന്നു. ഓർമ്മയുണ്ടത്? ഓക്കെ, നമുക്കിത് മാത്രം പോരാ. നമുക്ക് യൂസർ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഉടനെ ഡിലീറ്റ് ആവില്ല. പകരം ഒരു കൺഫർമേഷൻ ബോക്സ് വരണം. ഓക്കെ ആണല്ലോ? ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ്? ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം കൺഫർമേഷൻ ബോക്സ് വരണം, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേണം ഡിലീറ്റ് ആവാൻ. ഓക്കെ ആണല്ലോ? അതെങ്ങനെ ചെയ്യാം? അലർട്ട് വേണ്ട, പകരം നമുക്ക് തന്നെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് തന്നെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി വെച്ചാൽ ഇതേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് ഈ സെന്ററിൽ വരണം. ആ ബോക്സ് വരുമ്പോൾ ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ ബ്ലേഡ് ആയിട്ട് വരണം, ഇല്ലേ? അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു കമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആ കമ്പൗണ്ട് പറയുന്നത് മോഡൽ എന്നാണ്. ഇങ്ങനെ വരുന്ന സാധനത്തിൽ മോഡൽ എന്നാണ് സാറിന് പറയാറ്. വരുന്നു ഇൻഡെക്സ് ഡോട്ട് JSX. ഏതാണ്? ആ ബോക്സിന് പറഞ്ഞ മോഡൽ എന്നാ പറയാം. ഇമ്പോർട്ട് മോഡൽ ഡോട്ട് JSX. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഇതാണ് മോഡൽ കമ്പൗണ്ട്. ഓക്കെ, നമുക്ക് ആദ്യമേ ഇതിനെ ഇവിടെ കൊണ്ടിട്ട് സ്റ്റൈൽ ചെയ്യാം. എവിടെയെങ്കിലും ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഏറ്റവും ടോപ്പിൽ ഇടുന്നു. ഇമ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ സീരീസ് ഞാൻ ചെയ്യുന്ന നോക്കിയോ. നമുക്ക് ആദ്യമേ ഒരു ബ്ലാക്ക് ഒരു സ്ക്രീൻ ഫുള്ള് കവർ ആവണം. അതിനാണ് ഞാൻ ഈ കവർ എന്ന് പറഞ്ഞിട്ട് വിട്ടേക്കുന്നത്. ഓക്കെ, നോക്കിക്കോ, ഡോട്ട് മോഡൽ അതിനകത്തുള്ള ഡോട്ട് കവർ. ഈ കവറിന് ഞാൻ പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുന്നു, ആബ്സൊല്യൂട്ട് കൊടുക്കുന്നു, ടോപ്പ് 0 കൊടുക്കുന്നു, ലെഫ്റ്റ് 0 കൊടുക്കുന്നു. ഓക്കെ, വിഡ്ത്ത് 100 VW കൊടുക്കുന്നു, ഹൈറ്റ് 100 VH കൊടുക്കുന്നു. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് കൊടുക്കുന്നു. ഓക്കെ, ഫുള്ള് കവറായി. ഏറ്റവും ടോപ്പ് ഇതിൻ്റെ അടിയിലാണ് സാധനം ഉള്ളത്. അപ്പോൾ അത് ഉണ്ടോ അറിയാൻ വേണ്ടി ഒപ്പാസിറ്റി കൊടുക്കുന്നു 0.4. കണ്ടോ? അപ്പം അതില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും, അതുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും. കണ്ടോ? അപ്പോൾ ആ ബോക്സ് അവിടെ നമ്മൾ കവർ ചെയ്തു. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റൈൽ ചെയ്യാം, മോഡൽ ബോക്സ്. ഓക്കെ, മോഡൽ തൽക്കാലത്തെ ഞാൻ മാറ്റാം. പൊസിഷൻ ഇതിനും ആബ്സല്യൂട്ട്. ഈ ബോക്സ് വന്നിട്ടുണ്ട്. നമുക്ക് എത്രയും വേണ്ട, അത്രയും പോരാ, 30.
ഇതിനെ സ്റ്റൈൽ ചെയ്യാം. സെൻട്രായില്ലേ? ഓക്കെ, ഇതാണ് ആ ബോക്സ്. നമുക്ക് എന്ത് ചെയ്യാം? ബീറ്റ ആഡ് ചെയ്യാം. Arisha. ഓക്കെ, അതുപോലെ ഓക്കെ. എന്നിട്ട് ടൈറ്റിലായിരുന്നു. ടെക്സ്റ്റ് ആയിരുന്നല്ലേ? ഓക്കെ, ഞാൻ സ്റ്റൈൽ ചെയ്യാം. അശ്വർ മതി. ഒരു ബോക്സ് അത് സ്റ്റൈൽ ചെയ്തൊന്നുമില്ല. ആർ ഷുവർ പ്ലീസ് കൺഫേം ടു ഡിലീറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എസ് അടിച്ചാൽ ഡിലീറ്റ് ആവണം, നോ അടിച്ചാൽ ഡിലീറ്റ് ആവരുത് അല്ലേ? കളർ കൊടുത്തില്ല നമ്മൾ.
ഇങ്ങനെ സംഭവം. അപ്പൊ ആ സാധനം വന്നു മൊഡാല്. ഇനി അതിന് നമുക്ക് ഇത് ചുമ്മാ അങ്ങനെ വരണോ? വേണ്ട അല്ലേ? നമുക്കത് ആ ഒരു ആവശ്യമുള്ളപ്പോൾ മാത്രം കാണിച്ചാൽ മതി. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നോക്കാം. നമ്മളുണ്ട് ഒരു സ്റ്റേറ്റ് എഴുതും, കോൺസ്റ്റ് ഷോ ഡിലീറ്റ് മൊഡാൽ കോമ സെറ്റ് ഷോ ഡിലീറ്റ് മൊഡാൽ ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഓഫ് എന്തിനു കൊടുക്കുക? ഫോൾസ് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഈ മൊഡാലിലേക്ക് ഷോ ഈക്വൽ ടു ഷോ ഡിലീറ്റ് മൊഡാൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി മൊഡാലിൽ പോയിട്ട് ഞാനിവിടെ വാങ്ങുന്നു ഷോ ഡിഫോൾട്ട് വാല്യൂ ഫോൾസ്. എന്നിട്ട് ഇതിന് ഇവിടെ വരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വന്നിട്ട് സ്റ്റൈൽ എഴുതുന്നു, ഡിസ്പ്ലേ. ഓക്കെ, എന്നിട്ട് ഷോ ട്രൂ ആണെങ്കിൽ എന്ത് കൊടുക്കും? ട്രൂ ആണെങ്കിൽ ബ്ലോക്ക്, ഇല്ലെങ്കിൽ പോയില്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? നമ്മുടെ ആവശ്യം എന്താ? നമ്മുടെ ആവശ്യം നമ്മൾ ഈ ഒരു കാർഡിന്റെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്ത് സംഭവിക്കണ്ടേ? മോഡൽ ഓൺ ആവണം ഇല്ലേ? അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി വെച്ചാൽ, എന്നിട്ട് നമ്മൾ അവിടെ ആ മൊഡാലിന്റെ എസ് ക്ലിക്ക് ചെയ്യുമ്പോഴേ ഡിലീറ്റ് ആവുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു സ്റ്റേറ്റ് എഴുതുന്നു, സെലക്ടഡ് കോമ സെറ്റ് സെലക്ടഡ് ഇനിഷ്യൽ വാല്യൂ നൾ. ഓക്കെ, ഇതെന്തിനാ വെച്ചാൽ യൂസർ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്താൽ അത് സെലക്ട് ആവാൻ വേണ്ടി. അതായത് യൂസർ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാർഡ് ക്ലിക്ക് ചെയ്തു. ഇപ്പം ഇവിടെ ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, മാംഗോ ഉണ്ട്. യൂസർ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ എന്താ വേണ്ടത്? മൊഡാലാണ് വേണ്ടത്. ഇത് മൊഡാലിൽ എസ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഡിലീറ്റ് ആവേണ്ടത്. അപ്പോൾ യൂസർ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൊഡാല് വരാനുള്ള കോഡ് എഴുതണം. അതുപോലെ ഏതിലാണോ ക്ലിക്ക് ചെയ്തത് അതിന്റെ ഐ ഡി എടുത്ത് സേവ് ചെയ്ത് വെക്കാൻ വേണം. മനസ്സിലായി? ഏത് കാർഡിലാണോ ക്ലിക്ക് ചെയ്ത് അതിന്റെ ഐ ഡി എടുത്ത് സേവ് ചെയ്ത് വെക്കണം ഇല്ലേ? അത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ സെലക്ട് എഴുതിയേക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് സെറ്റ് സെലക്ടഡ് എന്താകും? ഇൻഡെക്സ്. അതുപോലെ സെറ്റ് ഷോ മോഡ് ഡിലീറ്റ് മൊഡാൽ അങ്ങ് ട്രൂ ആക്കും. അതായത് യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ അത് വരുന്നില്ല. അതിന് കാര്യം വെച്ചാൽ ഇവിടെ വരിക, എന്നിട്ട് കവറിന് നമ്മൾ ഇസ്റ്റർ ഇൻഡെക്സ് കൊടുക്കുക. ഏറ്റവും മുകളിൽ അത് വരും. വിചാരിച്ചാൽ ഈ 3 കാർഡില്ലേ, ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, അതിന് നമ്മൾ ഓൾറെഡി പൊസിഷൻ റിലേറ്റീവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും മുകളിൽ നിൽക്കും. അപ്പോൾ അതിന്റെ മുകളിലേക്ക് ഈ രണ്ടും കൊണ്ടുവരാൻ വേണ്ടിയാണ് അത് രണ്ട് ഇൻഡെക്സ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് വന്നു. അത് സ്റ്റൈലിന്റെ പ്രശ്നമായിരുന്നു. അത് നമ്മൾ ആദ്യം കൊടുത്ത സമയത്ത് ഇതിനും കൊടുത്തിട്ടില്ല ഇതിനും കൊടുത്തിട്ടില്ല എങ്കിൽ ഇങ്ങനെ വെച്ചാൽ ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് ഇപ്പോൾ ഉള്ളത്. ആ റിലേറ്റീവ് കൊടുത്തത് ഈ കാർഡുകൾക്കെല്ലാം കൊടുത്തു. ഈ കാർഡിന്റെ അടിയിൽ 2 സാധനമുണ്ട് ആണ്. അബ്സോൾയൂട്ടിന്റെ മുകളിൽ ഈ റിലേറ്റീവ് വർക്കായി. കാര്യം ആ കൊടുത്തേക്കുന്ന ഓർഡറിലാണ് വർക്കാണ്. അതായത് ഏറ്റവും ഇതാണ് ആപ്പിൾ JSX, ഇതിന്റെ CS ആണ് ആദ്യം വർക്ക്. അപ്പോൾ ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. ഒരേ ലെവലാണ് 3. അപ്പോൾ പ്രയോറിറ്റി ഏറ്റവും ആദ്യം ഉള്ളതിനായിരിക്കും, അതിൽ അവസാനം വരുന്നതിന് അല്ലേ? അപ്പം അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഇതിനും ഇൻഡെക്സ് എടുത്തു. അപ്പം ഏറ്റവും മുകളിൽ ഇത് വരും, 2 ഉള്ളത് വരും. അതായത് ആ ബോക്സ്, അതിന്റെ താഴെ ഇത് വരും, അതിന്റെ താഴെ മറ്റേ വരുള്ളൂ. അതെ, നമ്മൾ ഇനി ഒന്നുകൂടെ ചെയ്യാം. ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരും. ഇനി നമുക്ക് നോ ക്ലിക്ക് ചെയ്യുമ്പോൾ പോട്ടെ, ഈ ഔട്ടർ ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങ് പോകണം. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി വെച്ചാൽ, നമ്മൾ ഈ സെറ്റ് ഷോ മോഡൽ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ മോഡലിലേക്ക് പാസ് ചെയ്യും.
സെറ്റ് മോഡൽ ഈക്വൽ ടു സെറ്റ് ആ ഒരു ഫംഗ്ഷൻ സെറ്റ് ഷോ മോഡൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഔട്ടർ എന്ന് പറയുമ്പോൾ കവർ, ഈ കവർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് മോഡൽ ഫോൾസ് ആക്കും. അതായത് ആക്ച്വലി സെറ്റ് മോഡൽ വേണം, സെറ്റ് മോഡൽ ആക്ച്വലി സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ കവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ സെറ്റ് ഷോ മോഡലാണ് കോൾ ആവുക. അതിലേക്ക് എന്ത് പാസ്സാവും, ഫോൾസ് പാസ്സാവും. മനസ്സിലാവുന്നുണ്ടോ ഇത്? അതായത് നമ്മുടെ ആവശ്യം ഈ കവറെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് പോകണം. പോകുന്നുണ്ടോ? അത് പോകാൻ വേണ്ടി ചെയ്യുന്ന വെച്ചാൽ ആ കവറെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ കവറെ ക്ലിക്ക് ചെയ്യുമ്പോൾ കവർ ചാടി ആ ഷോ മോഡൽ ഫോൾസ് ആണ് അല്ലേ? ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോ മോഡൽ ഫോൾസ് ആയി ഇതങ്ങ് പോകും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് വെച്ചാൽ ഇവിടുന്ന് ഈ സെറ്റ് ഷോ മോഡൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടേക്ക് സെറ്റ് മോഡൽ എന്ന് പറഞ്ഞ് പാസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ കവർ, ഇതാണ് കവർ, ആ ഡിവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെറ്റ് മോഡൽ കോൾ ചെയ്യുന്നു, അതിലേക്ക് ഫോൾസ് സെറ്റ് ചെയ്യുന്നു. അതായത് ഇതാണ് ശരിക്കും കോൾ ആവുക, നമ്മുടെ ഷോ മോഡൽ എന്താവും, ഫോൾസ് ആവും. ഓക്കെയാണല്ലോ? അതായത് നോ പ്രസ് ചെയ്യുമ്പോഴും അത് വരണം ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യാം, അതിനും ഓൺ ക്ലിക്ക് കൊടുക്കാം ഈക്വൽ ടു അതേ